ഹലോ ഗൈസ്, എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയ ആണ് ഈ ഫിത്തിമ ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണെന്താണ് കുറേ കമ്പിയെല്ലാം കൂടെ വാരിയിട്ടിട്ട് മനുഷ്യനെ പറ്റിക്കണമെന്ന്. പക്ഷേ ഇത് കമ്പിയല്ല ഗൈസ്, ഇത് ഓരോന്ന് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇത് ഓരോ പൂക്കളാണ്. കണ്ട ഇലയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പള്ളിപ്പെരുന്നാളിന് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ 50 രൂപയ്ക്ക് ലൈറ്റ് എത്തുന്ന ബലൂൺ മേടിക്കില്ലേ, അതിനകത്തിരിക്കുന്ന സാധനമാണ്. സാധനം മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് തന്നെ ബലൂണിൻ്റെ കാറ്റും തീരും, ലൈറ്റ് കത്തത്തുമില്ല. അപ്പം ഞാൻ ഇതിങ്ങനെ ഇവിടെ കിടക്കുന്ന കണ്ടപ്പം തോന്നിയൊരു ഐഡിയ ആണ് പൂവെല്ലാം ഉണ്ടാക്കിയാണ്. ഈ പൂവ് ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നാളായി. ഇതിനെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് വെച്ചിരുന്നത്. അപ്പോഴാണ് എനിക്ക് മറ്റേ ചിരട്ടയുടെ ഐഡിയ വന്നത്. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ ഇതിനകത്തിരുന്ന മണ്ണെല്ലാം വരി ചിരട്ടയ്ക്കകത്തിട്ട് ചെടി വെച്ച്. അപ്പോൾ ഈ പൂക്കൾ വെക്കാൻ സ്ഥലമില്ലാതായി ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇതിങ്ങനെ വെച്ചാലോ എന്ന്. ആദ്യം ഞാൻ ഒരു കളർ കൊടുത്ത്, ഒരു എസ്തറ്റിക് കളറായിരുന്നു അത്, എനിക്കിഷ്ടമുള്ള കളറാണ്. പക്ഷേ എങ്കിൽ അടിച്ചു വന്നപ്പോഴത്തേക്ക് ആ ഗ്ലാസ്സിനകത്ത് റൈറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ള അക്രിലിക് പെയിൻറ്റ് കൊടുത്ത്. എന്നിട്ടത് ഉണങ്ങുന്ന സമയത്ത് നമ്മുടെ ചാനലിൻ്റെ പേരൊക്കെ ഇങ്ങനെ എഴുതി കളിച്ചു. എന്നിട്ടത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ വരച്ചു. കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നടുക്കി ഇങ്ങനെ കുറേ വരകളൊക്കെ ഇട്ട് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പൂവായ ഇല എന്തായാലും വേണമല്ലോ. അങ്ങനെ കുറച്ച് ഇലയും വരച്ചു കൊടുത്തു. ഇനിയാണ് മെയിൻ പരിപാടി. ഇതിൻ്റെ ബാക്കിൽ കാർഡ്ബോർഡ് ഒട്ടിക്കണം. കാർഡ്ബോർഡ് ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ ആ കപ്പ് കട്ട് ചെയ്ത ഭാഗത്ത് കവർ ചെയ്തുകൊണ്ട് കാർഡ്ബോർഡ് വെക്കുക. എന്നിട്ട് അതിനകത്ത് 2 പൂവും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ ഫ്രണ്ടിൽ ഒട്ടിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ക്രൗഡായിട്ടേക്കും. അതായത് നമുക്കിത് കാണുമ്പോൾ കുറേ കമ്പി കൂട്ടി വെച്ചേക്കുന്ന കണക്ക് തോന്നത്തുള്ളൂ, ആദ്യം വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച കണക്ക്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് ഗൈസ് ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട്. വീഡിയോയിൽ അതിൻ്റെ ഫുൾ ഭംഗി കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.